ആദരണീയ പ്രേക്ഷകർക്ക് സ്വാഗതം. വളരെ പവിത്രമായ ഒരു കർമ്മം നിർവഹിക്കുകയാണ് ശ്രീ ഗോപാലസ്വാമി. മുംബൈയിലാണ് അദ്ദേഹം. പക്ഷേ ഇവിടെ കേരളത്തിൽ ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രം അദ്ദേഹത്തിൻ്റെതായ ഉപാസനയോടുകൂടി തന്നെ നിർമ്മിച്ച് അതിൻ്റെ സാരഥ്യം വഹിക്കുന്നു. ധർമ്മശാസ്താവിൻ്റെ ഒരു ഉപാസകനും വിശ്വാസിയും കൂടിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിപ്രന്റെ ഹസ്തങ്ങൾ കൊണ്ട് സപ്തദിനത്തിൽ 7ാമത്തെ ദിനത്തിൽ ഇങ്ങനെ ബദ്രദീപം തെളിയിക്കാൻ ലഭിച്ചത് നമുക്ക് കിട്ടുന്ന മഹാപുണ്യമാണ്. സ്വാമിജി, വളരെ പവിത്രീകൃതമായ ഒരു സമയമാണ്. ഏതായാലും നമുക്ക് ഭക്ഷണം വിളമ്പിക്കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാം. ഇപ്പോൾ ഇവിടെ അന്നം വിളമ്പുന്ന ആ ഒരു മഹത്തായ കർമ്മം അന്നപൂർണേശ്വരി ഭാവത്തിൽ ഭഗവതിക്ക് വിളമ്പുകയാണ്. എല്ലാവിധത്തിലുള്ള സമൃദ്ധിയും ഐശ്വര്യാദികളും ഉണ്ടാകുവാൻ അന്നം എന്ന ബ്രഹ്മമയമായ ഈശ്വരീയമായ ആ ദ്രവ്യത്തെ ഒരു ബ്രാഹ്മണ കൈകൾ കൊണ്ട് തന്നെ വിളമ്പുക എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമായ ഒരു സംഗതി തന്നെയാണ്. അതും ശ്രീ ധർമ്മശാസ്താവിൻ്റെ ഉപാസകനും അതുപോലെ തന്നെ ഈശ്വരീയ വൃത്തികളിൽ സദാ ജാഗരൂകനുമായ വേദങ്ങളുടെയൊക്കെ നിത്യ ഉപാസകന്മാരായിട്ടുള്ള വ്യക്തിയാണ് ദ്വിജൻ. ആ ഗോപാലസ്വാമി ഇവിടെ ഭഗവതിക്ക് വിളമ്പിക്കഴിഞ്ഞു. ഈ ഒരു സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കി എല്ലാവരുടെയും മനസ്സിനെയും അതുപോലെ തന്നെ ശരീരത്തെയും സന്തോഷിപ്പിക്കുകയും നിറയ്ക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് 7ാമത്തെ ദിവസത്തിൽ വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ് സമിതി ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരിലും ഈ ഒരു എന്താ പറയുക സന്തോഷം, ആനന്ദകരമായ അവസ്ഥ നിലവിലുണ്ടാവുവാൻ, അത് നിലനിർത്തി വിടുവാൻ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ കൊണ്ട് സാധിക്കുന്നു. അതുതന്നെയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് എന്നുകൂടി കരുതുകയാണ്. ഇന്നിവിടെ വിഭവങ്ങൾ ഓരോന്നായിട്ട് ഇപ്പോൾ അച്ചാറ്, അതുപോലെ തന്നെ ഒരു കിച്ചടി ഉണ്ട്, അതുപോലെ തന്നെ അവിയൽ, സാമ്പാർ, മോര്, പിന്നെ രസം എന്നിങ്ങനെ ഒരു വിഭവസമൃദ്ധമായ പായസത്തോടു കൂടി പാലട പ്രഥമനോട് കൂടിയിട്ടുള്ള വിഭവസമൃദ്ധമായൊരു സദ്യ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതെല്ലാം എല്ലാ ഭക്തരുടെയും ഓരോ വ്യക്തികൾക്കും സമാധാനപരമായി കഴിച്ചു പോകാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സ്വാമിജി, ഈ ഒരു വളരെ നല്ലൊരു മുഹൂർത്തം, അന്നദാനം എന്ന് പറയുന്ന മഹാദാനത്തിന് തുടക്കം കുറിക്കുക അന്നപൂർണേശ്വരി ഭാവത്തിൽ വിളക്കത്തേക്ക് ഭഗവതി ആവാഹിച്ചിരുത്തി ഇനി ഒരു കർമ്മം വിതരണം നടക്കുകയാണ്. ഈ ഒരു സദ്യപരമായിട്ട് ഇങ്ങനെ നടക്കുന്നിടത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞതിലുള്ള ഒരു സംതൃപ്തി എന്താണ്? ഞാൻ ആക്ച്വലി നമ്മൾ തറവാട്ടുമായിട്ടൊരു ബന്ധമുണ്ട് ദേവിക്ക്. നമ്മൾ കൂത്തേരി മഠത്തിലാണ് ഞാൻ, കുച്ചാട്ടുകുളത്ത്. ഞാൻ ബോംബെയിൽ സെറ്റിൽഡാണ്. അപ്പോൾ ഇന്ന് രാവിലെയാണ് എത്തിയത്. പിന്നെ നമ്മളവിടെ ഒരു ശാസ്താ ക്ഷേത്രം പണിതിട്ടുണ്ട്. പിന്നെ ഈ ദേവി അവിടെ ഇറക്കി പൂജ ചെയ്യുമായിരുന്നു എല്ലാ വർഷവും. പണ്ട് കാലത്ത് ഇവിടെ എഴുന്നള്ളിച്ച് വരുമ്പോൾ അവിടെയാണ് ഇറക്കി വരുന്നവർക്ക് ഭക്ഷണം കൊടുത്ത് താലപ്പൊലി എഴുന്നള്ളിച്ച് വരിക, പറയെടുപ്പ് വരുമായിരുന്നു. അപ്പോൾ ഇറക്കി പൂജ ചെയ്തിട്ട് അവർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് വീണ്ടും ബിംബം മുകളിൽ വെച്ച് എൻ്റെ അച്ഛനാണ് പൂജയൊക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇവിടെ എത്തുമായിരുന്നു. അതാണ് നമ്മുടെ ബന്ധം. പിന്നെ 42 വർഷത്തിന് ശേഷം ഈ പള്ളിപ്പാന വീണ്ടും തുടങ്ങിയത് എല്ലാവർക്കും വളരെ അനുഗ്രഹമാണ്. ഞാൻ ഇപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് ഞാൻ വന്നത് ഇവിടെ ദർശനം ചെയ്യാനായിട്ട്. ഇത് ജീവിതത്തിൽ ഒരിക്കൽ കിട്ടുന്നത് തന്നെ മഹാഭാഗ്യമാണ്. ഇതിനുവേണ്ടി ശ്രമിച്ച എല്ലാവർക്കും നമ്മുടെ നന്ദിയുണ്ട്. കമ്മിറ്റിക്കാർ ഇപ്പോൾ ഇത് തീരുമാനിച്ച് ഇത് ഇത്ര സക്സസ്ഫുൾ ആയിട്ട് നടത്തിയത് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷത്തോടു കൂടി, അതിലേറെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഗോപാൽജി ഈ ഒരു പറഞ്ഞത്. കാരണം സ്വന്തം ഗൃഹത്തിൽ ഇവിടെ തറവാട്ടിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രവും മുംബൈയിൽ ആരാധനകളും ജോലിയും ഒക്കെ ആയി കഴിയുന്ന അദ്ദേഹം ഇതിനു വേണ്ടി മാത്രം ഇന്ന് പ്രഭാതത്തിൽ എത്തിയിരിക്കുകയാണ്. ഏതായാലും എല്ലാവിധ ആശംസകളും ഐശ്വര്യം ഉണ്ടാവട്ടെ. എന്താണ് ഇവിടെ എത്തിച്ചേർന്ന ഒരു അഭിപ്രായം? ഞാനൊരു പാലക്കാട്ടുകാരനാണ്. ഗോപാലാണ്. പാലക്കാട് കൽപ്പാത്തി. ഞങ്ങളുടെ രഥോത്സവ സമയമാണ് ഇപ്പോൾ. നെന്മാറയല്ലേ? അപ്പോൾ ഗോപാൽജിയാണ് എന്നെ ഈ ഭാഗത്തേക്കും ഈ നാടോടുകൂടി പരിചയപ്പെടുത്തിയത്. കാരണം ബോംബെയുള്ള സ്ഥലത്തിൽ ആകെ താമസിക്കാനില്ലാത്ത സ്ഥലത്തിലാണ് ഒരു അയ്യപ്പനെ വെക്കണത്. അയ്യപ്പനെ വെക്കുന്നത് മാത്രമല്ല, ആ പരിശുദ്ധിയോടുകൂടെ പൂജയും. അപ്പോൾ ആ മക്കളെല്ലാം ആ പരിപാലനവും അതുകൂടാതെ അതിപ്പോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. കാരണം മക്കളൊക്കെ വളർന്നതാണ്. പക്ഷേ ഇവിടെ തന്നെ ഈ ഇറക്കി പൂജ കഴിക്കുന്ന ആ സ്ഥലത്ത് വെച്ച് തന്നെ ഒരു മഹാക്ഷേത്രം ഉണ്ടാക്കുകയും താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു മഹാഭാഗ്യമാണ്. അതോടുകൂടി ഞാനും അതായത് ഒരു കരൂപ്പില മാതിരി, ആ കരൂപ്പിലേക്ക് ആഹാരങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കരൂപ്പില മാതിരി ഇദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഈ ഭാഗത്ത് വന്നിട്ട് ഈ ദേവിയും കാണാണ്ട് ഇതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ തരുന്നു. അത് പ്രത്യേകിച്ച് അന്നം ബ്രഹ്മ. അന്നം ഇല്ലാണ്ട് പറഞ്ഞാൽ യവനും വേണ്ടത് അന്നം മാത്രമാണ്. ഈ അന്നത്തിൽ കൂടിയിട്ടാണ്
എല്ലാം നടക്കുന്നത്. ആ ജീവന്റെ ഉൽപ്പത്തി ജീവന്റെ അന്നത്തിനാണ്. അതിന് ഈ ഗോപാലൻ കൂടിയിട്ട് എന്നെ കൊണ്ടുവന്നതിനോടും അവരുടെ കുടുംബത്തോടുകൂടും കൂടാതെ ഇവിടെ നടത്തിക്കുന്ന ഇതൊരു മഹത് കർമ്മമാണ്. ഇന്നത്തെ കാലത്ത് ക്ഷയിച്ചു വരുന്ന ഈ കർമ്മങ്ങളെ പുനരുദ്ധരിപ്പിച്ചത് ഏറ്റവും വലിയ എത്രയോ കർമ്മങ്ങൾ ചെയ്താലും കിട്ടാത്ത ഭാഗ്യം സുഹൃതമാണ്. ഇവിടെയുള്ള കമ്മിറ്റിക്കാർക്കും ഇവിടുത്തെ ഭാരവാഹികൾക്കും ഇവിടേക്ക് തന്ന ഓരോ പൈസയ്ക്കും ഓരോരുത്തരും മണ്ണിനും അതിന്റെ ഭാഗ്യമുണ്ടെന്ന് ദേവി സർവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം. തീർച്ചയായിട്ടും എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്